सबको नमस्कार। हमें अगली इकाई की ओर जाना है। अगली इकाई में पहला पाठ होता है आयाम कलाम के बहाने। एक फिल्म लेख होता है। एक मिहिर नामक लेखक ने लिखा है। वे फिल्म के बारे में सोच विचार करने वाला है। नवभारत टाइम्स और टहलका आदि में उन्होंने लिखता है। पत्र पत्रिकाओं में वे लिखता है। सिनेमा के क्षेत्र में वे अध्येता है और आभारा है। मिहिर एक दिन आयाम कलाम नामक फिल्म देखा है। इस फिल्म का नायक छोटू है। वह एक गरीब परिवार में है। गरीब परिवार में होने के कारण वह एक चाय की दुकान में काम करता है। एक दिन छोटू एपीजे अब्दुल कलाम को टीवी में देखता है। लंबे बालों वाले एपीजे अब्दुल कलाम को टीवी में देखता है। उसका भाषण सुनकर उसको पढ़ने की इच्छा होता है। वह स्कूल जाता है, अच्छी तरह पढ़ता है, पढ़कर अच्छा ज्ञान प्राप्त करता है। वह अपने लक्ष्य पर पहुंचने के लिए कोशिश करता है। वह अपनी मंजिल पर पहुंचता है। यह सिनेमा के बारे में कहता है। यह सिनेमा देखते समय मिहिर को अपने बचपन के बारे में याद आता है। वह एक गांव के स्कूल में पढ़ता है। गांव के स्कूल में पढ़ते समय उसका मिहिर का मित्र था मोरपाल और मिहिर कक्षा में साथ साथ बैठते थे। एक दिन अंग्रेजी का अध्यापक मोरपाल से एक प्रश्न पूछा। प्रश्न यही है, लुक का अर्थ और इसका स्पेलिंग, इसका सही हिज्जा भी पूछा है और इसका अर्थ भी पूछा है। मोरपाल ने बड़े जोश से उसका उत्तर दिया है। LOOK लुक, इसका अर्थ है देखना। वही मोरपाल मेरा मित्र था। मिहिर कहता है, मैं घर से राजमा चावल लाता था। मोरपाल अपने घर से छाछ भी लाता था। हम गेलगंडी के समय में ये छाछ और राजमा चावल आपस में आदान प्रदान करते थे। मैंने जो राजमा लाया है वह मोरपाल को देता है। मोरपाल ने जो छाछ लाया है वह मुझे भी देता था। हम दोनों कक्षा में पास बैठते थे। कक्षा में बेंच नहीं था, बेंच और डेस्क नहीं था। कक्षा में दरीपट्टी है, दरीपट्टी हम बैठते थे। दरीपट्टी एक प्रकार का कारपेट होता है, उस कारपेट पर हम बैठते थे। हम साथ साथ बैठते थे। मोरपाल अपने घर से 15 किलोमीटर साइकिल चलाकर स्कूल आया था। बहुत कठिन परिश्रम करते थे, लेकिन उसको अपना मंजिल नहीं पहुंचता है। उसको 8वीं तक पढ़ सकता है। उसके बाद अपने पिता का काम गीती में वह काम करने के लिए गया है। फिल्म का नायक छोटू को अपनी मंजिल पर पहुंच सकता है, लेकिन मिहिर का मित्र मोरपाल को अपनी मंजिल पर नहीं पहुंच सकता है। यह इस पाठ का सारांश होता है। असले രണ്ടാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠമാണ് അയാം കലാം കെ ബഹാനെ. ഞാൻ കലാം എന്ന വ്യാജേന അല്ലെ കലാം എന്ന ഭാവത്തിൽ. ഇത് എഴുതിയിരിക്കുന്നത് മിഹിർ എന്ന് പറയുന്ന ലേഖനാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം ഫിലിമിനെക്കുറിച്ച് വിമർശനങ്ങളൊക്കെ നടത്തുന്നയാളും ഫിലിമിനെക്കുറിച്ച് എഴുത്തുകളൊക്കെ എഴുതുന്നയാളാണ്. അദ്ദേഹം പത്രങ്ങളിലും മാസികകളൊക്കെ എഴുതുന്നയാളാണ്. ഫിലിമിൻ്റെ മേഖലയിൽ അദ്ദേഹം പഠനം നടത്തുന്നയാളാണ്. അതിനെക്കുറിച്ച് വളരെയേറെ ആലോചനകൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വളരെയേറെ വിമർശനങ്ങളും അതേപോലെ തന്നെ അതിനെക്കുറിച്ച് പഠനങ്ങളൊക്കെ നടത്തുന്ന ആളാണ് മിഹിർ. അപ്പോൾ അദ്ദേഹം അയാം കലാം എന്ന് പറയുന്ന സിനിമ കാണുകയുണ്ടായി. ആ സിനിമയിലെ നായകൻ ചോട്ടുവാണ്. ആ ചോട്ടു ഒരു ദരിദ്ര കുടുംബത്തിലായിരുന്നു. അപ്പോൾ ആ ദരിദ്ര കുടുംബത്തിലായതുകൊണ്ട് ആ കുട്ടീനെ ഒരു ചായക്കടയിൽ ജോലിക്ക് വേണ്ടിയിട്ട് നിർത്തുകയാണ്. അപ്പോൾ അങ്ങനെ ചായക്കടയിൽ ജോലി അവിടെ നിന്ന് ആ കുട്ടി അവിടെ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം APJ അബ്ദുൽ കലാമിനെ TV-യിൽ ആ കുട്ടി കാണുകയാണ്.
അപ്പോൾ അങ്ങനെ ടി വിയിൽ കണ്ടപ്പോൾ കുട്ടിക്ക് എന്താണ്, കുട്ടിക്ക് അതേപോലെ APJ അബ്ദുൽ കലാമിനെ പോലെ ആകണമെന്ന് അവൻ്റെ മനസ്സിൽ ആഗ്രഹം തോന്നുകയാണ്. അങ്ങനെ എന്താണ് അവൻ്റെ പേര് അവൻ സ്വന്തം എന്താണ് കലാം എന്ന് അവന് പേര് കൊടുക്കുകയാണ്. അപ്പോൾ ചോട്ടു എന്ന് പറയുന്ന കുട്ടി ആ കുട്ടീനെ എന്താണ് കലാം എന്ന് പറയുന്ന പേര് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ എന്താ കുട്ടി എന്നാൽ സ്കൂളിൽ പോവുകയാണ്. സ്കൂളിൽ പോയിട്ട് കുട്ടി എന്താണ് നല്ല രീതിയിൽ പഠിക്കുകയാണ്, നല്ല രീതിയിൽ വിദ്യാഭ്യാസം നേടുകയാണ്. ആ ചായക്കടയിൽ വരുന്ന അവസരം കുട്ടിക്ക് ഇംഗ്ലീഷോ ഹിന്ദിയോ ഒന്നും തന്നെ അറിയില്ലായിരുന്നു. പിന്നെ ക്രമേണയായിട്ട് നല്ല രീതിയിൽ എന്താണ് ആ കുട്ടി നല്ല രീതിയിൽ ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ പഠിക്കുകയാണ്, എല്ലാ ഭാഷകളൊക്കെ പഠിച്ച് നന്നായിട്ട് അറിവുകളൊക്കെ നേടുകയുണ്ടായി. അങ്ങനെ എന്താണ് ആ കുട്ടി എന്താണ് അവൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ അവൻ ജീവിതത്തിൽ വിജയം കൈവരിക്കുകയാണ്. ഇതാണ് അയാം കലാം എന്ന് പറയുന്ന സിനിമയിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഈ സിനിമ കണ്ടപ്പോൾ ഈ ലേഖനായിരിക്കുന്ന മിഹിറിന് എന്താണ് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഓർമ്മ വരികയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരു ഗ്രാമത്തിലുള്ള സ്കൂളാണ് പഠിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ഗ്രാമത്തിലുള്ള സ്കൂൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അവൻ്റെ സുഹൃത്തായിരുന്നു, മിഹിറിൻ്റെ സുഹൃത്തായിരുന്നു മോർപാൽ. ഒരു ദിവസം ആ മോർപാലിനോട് ഇംഗ്ലീഷ് അധ്യാപകനായിരിക്കുന്ന ത്രിപാഠി അദ്ദേഹത്തിനോട് ലുക്കിൻ്റെ സ്പെല്ലിങ്ങും അതിൻ്റെ അർത്ഥവും ചോദിക്കേണ്ടായി. അവൻ വളരെ ഉത്സാഹത്തോടുകൂടി എന്താണ് അതിൻ്റെ അർത്ഥം പറയുകയുണ്ടായി. അതിൻ്റെ സ്പെല്ലിങ് പറഞ്ഞു. എല്ല്, അതേപോലെ തന്നെ ഡബിൾ ഒ, അതായത് നമ്മൾ ഡബിൾ ഒ 2 O എന്നുള്ള അർത്ഥമല്ല, ഡബിൾ ഒ, അതുപോലെ തന്നെ കെ എന്ന് സ്പെല്ലിങ് പറഞ്ഞു. അതിൻ്റെ അർത്ഥം കാണുക എന്നുള്ള അർത്ഥമാണെന്നും കുട്ടി വളരെ ഉത്സാഹത്തോടുകൂടി പറയുകയുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള ആ മോർപാലായിരുന്നു ക്ലാസ്സിൽ എൻ്റെ സുഹൃത്ത് എന്ന് ആര് പറയുകയാണ്, മിഹിർ നമ്മളോട് പറഞ്ഞു തരികയാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ദരീപ്പെട്ടിയിലാണ് ഇരുന്നതെന്നാണ് പറയുന്നത്. ദരീപ്പെട്ടി എന്ന് പറഞ്ഞാൽ കാർപ്പറ്റാണ്. ആ കാർപ്പറ്റിലാണ് നമ്മൾ ഇരുന്നത്. നമുക്ക് ബെഞ്ചും ഡെസ്കൊന്നും ഉണ്ടായിരുന്നില്ല ക്ലാസ്സിൽ ദരീപ്പെട്ടിയാണ് ഉണ്ടായിരുന്നത്. ആ ദരീപ്പെട്ടിയിലാണ് നമ്മൾ ഇരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ മിഹിർ പറയാണ്, ഞാൻ വീട്ടിൽ നിന്ന് രാജ്മ കൊണ്ടുപോകുമായിരുന്നു. രാജ്മ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള പരിപ്പിനെ കൊണ്ടാക്കുന്ന കറിയാണ്. ആ രാജ്മ സ്കൂളിലേക്ക് കൊണ്ടുപോയായിരുന്നു. അതേപോലെ തന്നെ മോർപാലിൻ്റെ വീട്ടിൽ നിന്ന് മോരും കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ മോർപാലിന് അറിയായിരുന്നു മോര് എൻ്റെ ഒരു ദൗർബല്യമാണെന്ന് അവനറിയാമായിരുന്നു. അപ്പോൾ അവൻ്റെ വീട്ടിൽ നിന്ന് അവൻ മോര് കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എന്താണ് രാജ്മ ചാവലും കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ ഡ്രില്ലിൻ്റെ പീരീഡിൽ നമ്മൾ ഇത് രണ്ടും എന്തും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുമായിരുന്നു, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മൾ ക്ലാസ് നല്ല സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ മോർപാൽ 8ാം ക്ലാസ് വരെ മാത്രമേ പഠിച്ചിരുന്നുള്ളൂ. 8ാം ക്ലാസ് പഠിച്ചതിന് ശേഷം അവൻ്റെ അച്ഛൻ്റെ തൊഴിലായിരിക്കുന്ന കൃഷിയിടത്തിലേക്ക് അവൻ പോകേണ്ടി വന്നു. അവന് തുടർന്ന് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയത്ത് ആ ഫിലിമിൽ പറയുന്ന ചോട്ടു എന്ന് പറയുന്ന നായകന് കഠിനാധ്വാനം ചെയ്തുകൊണ്ട് അവൻ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അതേപോലെ വിദ്യാർത്ഥികളായിരിക്കുന്ന നിങ്ങൾക്കും കഠിനാധ്വാനം ചെയ്ത് കഴിഞ്ഞാൽ APJ അബ്ദുൽ കലാമിനെ പോലെയുള്ള നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പരമോന്നത പദവിയിലെത്തിയിരിക്കുന്ന അതേപോലെയുള്ള രാഷ്ട്രപതിയെ പോലെ അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ മേഖലയിലുള്ള വ്യക്തികളൊക്കെ ആയിട്ട് നിങ്ങൾക്കും കഠിനാധ്വാനം ചെയ്താൽ നിങ്ങൾക്കും സാധിക്കുമെന്നുള്ള ഒരു സന്ദേശവും കൂടിയാണ് ഈ പാഠത്തിൽ നമുക്ക് തരുന്നതാണ്. പാഠഭാഗ് മേ ദേഖോ अयाम कलाम के बहाने लिखने वाला लेखक मिहिर होता है, फिल्मी लेखक होता है। गाँव के स्कूल में मेरा एक साथी था मोरपाल। वही मोरपाल जिसने एक बार हमारे अंग्रेजी के मास्टर तिवारी जी को लुक का मतलब और सही हिज्जे पूछे जाने पर बताया था LOOK लुक यानी लुक के देखना। मिहिर हमसे कहता है हम एक गाँव के स्कूल में पढ़ते थे, एक गाँव के और ग्रामത്തിൽ സ്കൂളാണ് പഠിച്ചതെന്ന് പറയുന്നത്. मेरा एक साथी था मोरपाल, मेरा साथी है मोरपाल। मिहिर का साथी कौन है? मिहिर का साथी का नाम क्या है? मिहिर का साथी का नाम मोरपाल है। मिहिर का साथी कौन है? मिहिर का साथी मोरपाल है। वही मोरपाल जिसने एक बार हमारे अंग्रेजी के मास्टर तिवारी जी को लुक का मतलब और सही हिज्जे पूछे जाने पर बताया था LOOK। अंग्रेजी अध्यापक, इंग्लिश का अध्यापक तिवारी होते हैं। अंग्रेजी अध्यापक का नाम क्या है? अंग्रेजी अध्यापक का नाम तिवारी है। अंग्रेजी अध्यापक का नाम क्या है? अंग्रेजी अध्यापक का नाम तिवारी है। तिवारी ने मोरपाल से क्या पूछा है? तिवारी ने मोरपाल से पूछा लुक का मीनिंग और लुक का सही हिज्जा पूछा है। सही हिज्जा का अर्थ है स्पेलिंग, शरियाय स्पेलिंग। सही हिज्जा का अर्थ है शरियाय स्पेलिंग। किसका स्पेलिंग होता है? लुक का स्पेलिंग। मोरपाल ने उत्तर दिया LOOK लुक, इसका अर्थ है देखना। तो मोरपाल ने क्या उत्तर दिया है? लुक का अर्थ होता है
देखना। लुक का अर्थ होता है देखना। लुक का मतलब और सही हिजे पूछे जाने पर बताया था LOOK, लुक यानी लुक के देखना। नाम का पहला अक्षर मिलने की वजह से क्लास की दरपट्टी पर हमारी क्लास की दरी पट्टी पर हमारी बैठने की जगहें भी साथ ही थी। वही मोरपाल जिसकी मेरे गाने के डिब्बे में राजमा देखते ही बांझें गिले जाती थी। नाम के पहले अक्षर के आधार पर कक्षा में बैठने की जगह मिला है। किसके आधार पर कक्षा में बैठने की जगह मिला है? नाम के पहले अक्षर के आधार पर। मिहिर में M होता है, मोरपाल में M होता है। इस अक्षर के आधार पर कक्षा में बैठने की जगह मिला है। हम रजिस्टर में कैसे लें, कैसे हमारा पेर A B C D, A के आधार पर B C D, अल्फ़ाबेट के आधार पर हम रजिस्टर में तुम्हारा नाम लिखता है। उसी प्रकार हम M होने के कारण मोरपाल में M होता है, मिहिर में भी M होता है। इसके आधार पर दोनों साथ साथ कक्षा में बैठते थे। कहाँ बैठते हैं? दरी पट्टी पर बैठता है। कहाँ बैठता है? कक्षा में नीचे दरी पट्टी बिछा है। कक्षा में बैठने के लिए ज़मीन पर दरी पट्टी बिछा है, उस दरी पट्टी पर बैठता है। दरी पट्टी कारपेट होता है, दरी पट्टी कारपेट होता है, बैठने का एक कारपेट होता है। कक्षा में बैठने के लिए दरी पट्टी होता है। नाम के पहले अक्षर मिलने की वजह से क्लास में दरी पट्टी पर हमारी बैठने की जगह में साथ ही, वो दोनों पास पास बैठते थे। मिहिर और मोरपाल दोनों कक्षा में पास पास बैठते थे। नाम के पहले अक्षर के आधार पर कक्षा में बैठने का जगह मिला है। हम दरी पट्टी पर बैठता है। हम कहाँ बैठते हैं? हम दरी पट्टी पर बैठता है। हमारी बैठने की जगह साथ ही थी। वही मोरपाल जिसकी मेरे गाने के डिब्बे में राजमा देखते ही बांझे गिले जाते थे। मिहिर हमसे कहता है, मिहिर स्कूल जाते समय घर से राजमा चावल लाता था। मिहिर क्या लाता था? मिहिर घर से राजमा चावल लाता था। यह राजमा चावल देख कर मोरपाल बांझे गिले जाते थे। बांझे गिले जाना बहुत प्रसन्न होना, बहुत खुशी होना, बहुत प्रसन्न होना। അപ്പോൾ രാജ്മാ ചാവൽ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള പരിപ്പ് ഉണ്ടാക്കുന്ന ഒരു കറിക്കാണ് രാജ്മ എന്ന് പറയുന്നത്. ആ രാജ്മ ആര് കൊണ്ടുവന്നിരുന്നു? ലേഖകൻ അല്ലെങ്കിൽ മിഹിർ സ്കൂളിൽ വരുമ്പോൾ കൊണ്ടുവന്നിരുന്നതാണ് പറയുന്നത്. മോർപ്പാൽ വരുന്ന അവസരത്തിൽ മോർപ്പാലിൻ്റെ വീട്ടിൽ നിന്ന് മോരും കൊണ്ടുവന്നിരുന്നതാണ് പറയുന്നത്. ചാച്ച് എന്ന് പറഞ്ഞാൽ മോരിനാണ് ചാച്ച് എന്ന് പറയുന്നത്. हमारी बैठने की जगह भी साथ ही थी। वही मोरपाल जिसकी मेरे गाने के डिब्बे में राजमा देखते ही बांझे गिले जाते थे। और मेरे टिफ़िन बॉक्स में, मेरे खाने में राजमा चावल भी होता था। टिफ़िन बॉक्स में राजमा चावल भी होता है। यह राजमा चावल देख कर मोरपाल बहुत प्रसन्न होते थे। मोरपाल बहुत प्रसन्न होते थे। हमारा सौदा था गेलगंडी में गाने का अदला बदली का। गेलगंडी ड्रिल पीरियड में हम एक खाना आपस में आदान प्रदान करते थे। घर से मैंने जो राजमा लाया है वह मोरपाल को देता है, मोरपाल के घर में जो चाच लाया है वह मुझे भी देता है, मिहिर कहता है। बांझे गिले जाते थे। हमारे सौदा था गेलगंडी में गाने के अदला बदला का लेन देन करना है। अदला बदला करना वाले टू एक्सचेंज, आपस में एक्सचेंज करते थे। गाने की अदला बदली का यानी मेरे टिफ़िन के राजमा चावल उसके और उसके घर से आया बड़ा सा चाचे डिब्बा मेरे। तो मिहिर कहता है, मैंने स्कूल आते समय घर से राजमा चावल लाता था, वो मोरपाल को देता है, मोरपाल ने अपने घर से चाच लाता है, वह मुझे भी देता है। अदला बदली का यानी मेरी टिफ़िन के राजमा चावल उसके और उसके घर से आया बड़ा सा चाच का डिब्बा मेरा। चाच का डिब्बा മോരിൻ്റെ പാത്രം. ചാച്ച് എന്ന് പറഞ്ഞാൽ മോരിനാണ് ചാച്ച് എന്ന് പറയുന്നത്. ചാച്ചിക്ക ഡിബ്ബ മോരിൻ്റെ ആ പാത്രം അത് എനിക്ക് തന്നിരുന്നു. ഉസേ പദാത്താക്കി ചാച്ച് മേരി കംസോരി ഹെ. ഇപ്പോൾ മോർപ്പാലിന് അറിയാമായിരുന്നു മോര് എൻ്റെ ഒരു ദൗർബല്യമാണെന്ന്. ആർക്കറിയാമായിരുന്നു? മോർപ്പാലിന് അറിയാമായിരുന്നു.
लेकिन मुझे मोरपाल से मिलने से पहले कतई अंदाज से नहीं थी कि मेरे लिए राजमा जैसी सामान्य सी चीज़ किसी के लिए इतनी घास हो सकती है। मोरपाल को राजमा चावल बहुत पसंद करता है। मोरपाल के घर में राजमा चावल ऐसे खाने की चीज़ नहीं है। पहली बार यह देखता है, कहाँ देखता है, मोरपाल ने कहा में यह देखता है, राजमा कहाँ देखता है। पहली बार मिहिर के टिफ़िन में यह देखता है, मिहिर की टिफ़िन में यह देखता है। उसे पता था कि चाच मेरी कमज़ोरी है, लेकिन मुझे मोरपाल से मिलने से पहले कतई अंदाज से नहीं थी कि मेरे लिए राजमा, मैं घर से लाए हुए राजमा जैसी सामान्य चीज़ किसी के लिए इतनी घास हो सकती है। घास होना विशेष होना, पर मोरपाल को यह विशेष गाना होती है। पर मोरपाल के संबंध में राजमा चावल एक विशेष चीज़ होता है, विशेष गाना होता, बहुत अधिक पसंद करता है, वह बहुत अधिक पसंद करता है। मोरपाल मेरे टिफ़िन बॉक्स में रखे राजमा को गाने से पहले कभी राजमा देखा भी नहीं था। അപ്പോൾ ഇങ്ങനെയുള്ള ഈ രാജ്മ അല്ലെങ്കിൽ രാജ്മ ചാവല് മോർപ്പാൽ ആദ്യമായിട്ട് കാണുന്നത് എന്താണ്, മിഹിറിൻ്റെ ആ ടിഫിൻ ബോക്സിൽ നിന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. അതിന് മുന്നേ ഇതുവരെയായിട്ട് മോർപ്പാൽ ഈ ഭക്ഷണ സാധനം അല്ലെങ്കിൽ രാജ്മ അല്ലെങ്കിൽ പരിപ്പിനെ കൊണ്ടുണ്ടാക്കുന്ന ആ ഒരു പ്രത്യേക തരത്തിലുള്ള കറി ഇതുവരെ കണ്ടിരുന്നില്ലെന്നാണ് പറയുന്നത്. टिफ़िन बॉक्स में रखे राजमा को गाने से पहले कभी राजमा देखा भी नहीं था। वह हमारे स्कूल के 15 किलोमीटर दूर से किसी गांव से साइकिल चलाता रोज़ स्कूल आता था। मोरपाल रोज़ 15 किलोमीटर साइकिल चलाकर स्कूल आता था। 15 किलोमीटर साइकिल चलाकर स्कूल आता है। मोरपाल रोज़ 15 किलोमीटर साइकिल चलाकर स्कूल आता है। स्कूल आते समय यह साइकिल में यह चाच की डिब्बा भी होता है। वह सोचता है मैं आज तक नहीं जाना पाया कि कैसे वह उस चाच के डिब्बे को रोज़ 15 किलोमीटर बिना शराबी चलकाए लिए आता था। ചലക്കാൻ എന്ന് പറയുന്നത് തുളുമ്പുക, അഥവാ വെള്ളമൊക്കെ ആകുമ്പോൾ പാത്രത്തിന് പുറത്തേക്ക് തുളുമ്പും അല്ലേ. അപ്പോൾ എങ്ങനെയാണ് മോർപ്പാൽ ഈ മോര് 15 കിലോമീറ്റർ പാത്രത്തിന് തുളുമ്പാതെ അവൻ എങ്ങനെയാണ് കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. അപ്പോൾ ഈ മോരും പാത്രത്തിന് ആ മോരം ഒരു തുള്ളി പോലും പുറത്തേക്ക് പോകാതെ എങ്ങനെയാണ്, അല്ലെങ്കിൽ തുളുമ്പിപ്പോകാതെ എങ്ങനെയാണ് മോർപ്പാൽ അവൻ്റെ വീട്ടിൽ നിന്ന് 15 കിലോമീറ്റർ സൈക്കിൾ യാത്ര ചെയ്തുകൊണ്ട് എങ്ങനെ എത്തുന്നതിനെക്കുറിച്ച് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് പല പ്രാവശ്യം ചിന്തിച്ചിരുന്നു. മേ ആദ്യത്തൊക്കെ നെഹി ജാന, അപ്പം ഇതുവരെ അതിൻ്റെ മറുപടി എനിക്ക് കിട്ടിയില്ല. എങ്ങനെയാണ് ഇത്ര ശ്രദ്ധയോടുകൂടി ആ മോരെങ്ങനെയാണ് കൊണ്ടുവരുന്നത്. ജാനാപ്പായാക്കി कैसे वह उसे चाच के डिब्बे को रोज़ 15 किलोमीटर बिना शराबी ചലക്കാൻ എന്ന് പറഞ്ഞാൽ തുളുമ്പുക, ബിനാ ചലക്ക എന്ന് പറഞ്ഞാൽ അല്പം പോലും അതിൻ്റെ അകത്ത് നിന്ന് തുളുമ്പാതെ എന്നർത്ഥം. ചലക്കായെ ആത്താത്ത ആ മോരിൻ്റെ പാത്രം എങ്ങനെയാണ് ഒരു തുള്ളി പോലും പുറത്തേക്ക് തുളുമ്പാതെ എങ്ങനെയാണ് കൊണ്ടുവരുന്നത് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. എങ്ങനെയാണ് അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു അർത്ഥം. मैं स्कूल जाने में रोया करता, रोज़ नए बहाने बनाया करता, और जब तेज़ बारिश के दिनों में स्कूल के रास्ते में पानी भर जाने से छुट्टी हो जाया करती थी तो मैं घर पर नाचा करता। लेकिन मैं समझ नहीं पाता था कि मोरपाल बिना नागे रोज़ स्कूल क्यों चले जाते थे। उनका स्कूल को लेकर प्रेम इतना गहरा था कि रविवार की छुट्टी का दिन उनके लिए हफ्ते का सबसे बुरा दिन हुआ करता। मिहिर हमसे कहता है मैं स्कूल जाने में रोया करता था. അപ്പോൾ മിഹിർ പറയാണ്, ഞാൻ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഞാനിങ്ങനെ കരയാറുണ്ടായിരുന്നു. എനിക്ക് മടിയുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആലസ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ സ്കൂളിൽ പോകുമ്പോഴൊക്കെ കരയാറുണ്ടായിരുന്നു. റോസ് നയേ ബഹാനെ ബനായ കത്താത്ത. നയേ ബഹാന എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പുതിയ എന്തെങ്കിലും ഒഴിവുകഴികൾ. ബഹാന എന്ന് പറഞ്ഞാൽ ഒഴിവുകഴിവ് എന്ന അർത്ഥമുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒഴിവുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ സ്കൂളിൽ പോകുന്നതെന്ന് ഞാൻ പിന്തിരിയുമായിരുന്നു. ബനായ കത്താത്ത और जब तेज बारिश के दिनों के स्कूल के रास्ते में पानी भर जाने से छुट्टी हो जाया करते थे. മഴക്കാലം, ബാരിസ് എന്ന് പറഞ്ഞാൽ മഴയാണ്. അപ്പോൾ മഴക്കാലങ്ങളിൽ ചിലപ്പോൾ പോകുന്ന വഴിയിൽ വെള്ളമൊക്കെ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ അങ്ങനെയുള്ള സമയങ്ങളിൽ സ്കൂളിൽ അവധിയൊക്കെ തരുമായിരുന്നു. അപ്പോൾ അങ്ങനെ അവധിയൊക്കെ തരുന്ന ആ സമയങ്ങളിൽ ഞാൻ വീട്ടിൽ നിന്ന് നാച്ചാ കർത്ത എന്ന് പറഞ്ഞാൽ നൃത്തം ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുമായിരുന്നു അർത്ഥം. അപ്പോൾ
മിഹിറിന് സ്കൂളിൽ പോകാൻ മടിയായിരുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ സ്കൂളിൽ പോകാതിരിക്കാൻ വേണ്ടി അവൻ എന്തെങ്കിലും ഒഴിവുകളൊക്കെ പറയുമായിരുന്നു പറയുന്നത്. പിന്നെ സ്കൂളിൽ ചിലപ്പോൾ മഴയൊക്കെ ഉള്ള സമയങ്ങളിൽ സ്കൂളിൽ പോകുമ്പോൾ വഴിയിൽ വെള്ളമുണ്ടാകുമായിരുന്നു. അപ്പം വെള്ളമുള്ള സമയങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു വെച്ചാൽ സ്കൂളിന് അവധിയൊക്കെ നൽകുമായിരുന്നു. അപ്പം അങ്ങനെ അവധി നൽകുന്ന സമയങ്ങളിൽ ഞാനെന്താണ് ഗർമേ നാച്ച കർത്താത്ത. मैं स्कूल जाने में रोया करता, रोज़ नए बहाने बनाया करता. और जब तेज़ बारिश के दिनों में, तेज़ बारिश എന്ന് പറഞ്ഞാൽ ശക്തമായ മഴയുള്ള ദിനങ്ങളിൽ സ്കൂൾ കെ രാസ്തേമേ സ്കൂൾ പോകുന്ന വഴിയിൽ പാനി ബറെ ജാനേ സേ ചുട്ടി ഹോ ജയാ കത്തി. ഇപ്പോൾ ചുട്ടി എന്ന് പറഞ്ഞാൽ അവധിയാണ്. പോകുന്ന വഴിയിൽ വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അവധി തരുമായിരുന്നു. തോ മൈ ഗർ പർ നാച്ച കത്ത. അങ്ങനെ അവധി കിട്ടുന്ന സമയങ്ങൾ ഞാൻ വീട്ടിൽ എന്താണ് നൃത്തം ഡാൻസ് ചെയ്യുമായിരുന്നു. लेकिन मैं समझ नहीं पाता कि मोरपाल मेरे कई और सहपाठी बिना नागे रोज़ स्कूल क्यों चले आते थे. എന്നാൽ എൻ്റെ സുഹൃത്തായിരിക്കുന്ന മോർപ്പാലിന് സ്കൂൾ പോകുന്നതിന് യാതൊരു മടിയുണ്ടായിരുന്നില്ല. അവനും അവൻ്റെ സുഹൃത്തുക്കളൊക്കെ എല്ലാ ദിവസവും സ്കൂൾ പോകുമായിരുന്നു. ബിനാ നാഗെ, ബിനേ നാഗ എന്ന് പറഞ്ഞാൽ ആബ്സെൻ്റ് ഇല്ലാതെ, അതായത് ആബ്സെൻ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും പ്രസൻ്റ് ആയിക്കൊണ്ട് നിർത്താം. സ്കൂളിൽ എല്ലാ ദിവസവും പ്രസൻ്റ് ആയിക്കൊണ്ട് മോർപ്പാലും അതേപോലെ തന്നെ മറ്റു സുഹൃത്തുക്കളൊക്കെ എന്താണ് അവർ യാതൊരു ആബ്സെൻറ്റും ഇല്ലാതെ സ്കൂളിൽ പോകുമായിരുന്നു അർത്ഥം. ഉൻകാ സ്കൂൾ കോ ലേക്കറെ പ്രേം ഇത്തന ഗഹ്റ. അപ്പോൾ അവന് സ്കൂളിനോട് നല്ല സ്നേഹമായിരുന്നു, അല്ലെങ്കിൽ എല്ലാ ദിവസവും സ്കൂളിൽ പോകാൻ വളരെ താല്പര്യമായിരുന്നു അർത്ഥം. ആർക്ക്? മോർപ്പാലിന്. गहरा था रविवार की छुट्टी का दिन था, उसके लिए हफ्ते का सबसे बुरा दिन हुआ करता था. അപ്പോൾ എന്നാൽ ഞായറാഴ്ച സ്കൂളിന് അവധിയായിരിക്കും. ആ ദിവസങ്ങളിൽ അവൻ്റെ ആഴ്ചയിൽ എന്താണ് വളരെ മോശം ദിനമായിരുന്നാണ് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ സ്കൂളിൽ പോകുന്ന അവസരത്തിൽ അവനെന്താണ് സുഹൃത്തുക്കളായിട്ടൊക്കെ ആയിട്ട് എന്താണ് അവനെ പങ്കുവെക്കും, സ്കൂളിൽ പോയിട്ട് സുഹൃത്തുക്കളെ കാണുകയും നല്ല രീതിയിൽ പഠിക്കാനൊക്കെ സാധിച്ചു. എന്നാൽ ഞായറാഴ്ച ദിവസങ്ങളിൽ അവനെന്താണ് അവൻ്റെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യണമായിരുന്നു. അച്ഛൻ്റെ കൂടെ കൃഷിയിടങ്ങളിലൊക്കെ എന്താണ് അവന് ജോലി ചെയ്യണമായിരുന്നു. ആ ദിവസങ്ങൾ എന്താണ് ബഹുത്ത് मेहनत करना पड़ा, तंदोड़ मेहनत करना पड़ा है और बहुत കഠിനായി സേ കാം കർണ പെടുത്താ ഹെ. അപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളൊക്കെ അവനെന്താണ് അവന് വീട്ടിലെ ജോലികളൊക്കെ ചെയ്യണമായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ കൂടെ പാടങ്ങളിലൊക്കെ പോയിട്ട് ജോലികളൊക്കെ ചെയ്യണമായിരുന്നു. അപ്പോൾ അങ്ങനെ എന്താണ് രവിവാറിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ മോർപ്പാലിനെ സംബന്ധിച്ചിടത്തോളം ബഹുത്ത് ബുരാ ദിൻ ഹോത്താ ഹെ. रविवार की छुट्टी का दिन उसके लिए हफ्ते का सबसे बुरा दिन. आयशा हफ्ता എന്ന് പറഞ്ഞാൽ ആഴ്ചയാണ്. हफ्ते का बहुत बुरा दिन होता है. क्यों? इसका कारण क्या है? रविवार को उसको अपने पिता के साथ खेत में काम करना पड़ता, तंदोड़ मेहनत करना पड़ता है, कमर तोड़ मेहनत करना पड़ता है. इसके कारण उसको रविवार का छुट्टी बहुत बुरा दिन होता है. मैं स्कूल की नीली गा की यूनिफॉर्म को हमेशा चिढ़ा करता है. लेकर कहता है स्कूल का यूनिफॉर्म का कलर नीली गागी होता है, यही रंग मुझे पसंद नहीं है. स्कूल का यूनिफॉर्म का कलर होता है, इसका रंग होता है नीली गागी. ये नीली गागी होने के कारण मुझे उसको पसंद नहीं है. मैं उसको चिढ़ा करता है. चिढ़ा करना हेट है, വെറുക്കുക. അപ്പോൾ मैं उसको चिढ़ा करता है, ഞാനത് വെറുത്തിരുന്നു. और उसे पहनना हमेशा टाला करता है. പലപ്പോഴും ഞാൻ എന്താണ് ആ യൂണിഫോം ധരിക്കുന്നത് ഒഴിവാക്കുമായിരുന്നു. ടാല करता है, ടാല करना എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക. वही मोरपाल मुझे जब भी देखा हमेशा वही स्कूल की യൂണിഫോം पहनने ही दिगा. എന്നാൽ എല്ലായ്പ്പോഴും മോർപ്പാൽ എന്താണ് ആ യൂണിഫോം ധരിച്ചുകൊണ്ടാണ് അവനെ കാണുന്നത്. എനിക്കാണ് യൂണിഫോം ഇഷ്ടമായിരുന്നില്ല. മിഹിർ നമ്മളോട് പറയാണ് എനിക്ക് യൂണിഫോം ഇഷ്ടമായത് ആ നീലി കാക്കി എന്താണ് എനിക്ക് ഇഷ്ടമായിരുന്നില്ല. എന്നാൽ മോർപ്പാൽ എല്ലായ്പ്പോഴും എന്താണ് ആ യൂണിഫോം ധരിച്ചുകൊണ്ട് അവനെ കാണാൻ സാധിക്കുന്നു. हमेशा वही स्कूल की यूनिफॉर्म पहनने की दिया. ആ യൂണിഫോം ധരിച്ചുകൊണ്ടാണ് അവനെ കാണുന്നത്. एक बार तो मुझे याद है कि मोहल्ले की किसी शादी में भी उसे वही नीली गा के स्कूल यूनिफॉर्म से पहने देखा, मैं हैरान रह गया है. एक दिन मिहिर हमसे कहता है मैं एक दिन हैरान हो गया है. इसका कारण कहता है एक शादी का अर्थ है विवाह. एक विवाह के घर में उसको देखा है. किसको देखा है? मोरपाल को देखा. कैसे देखा है? यूनिफॉर्म की ड्रेस में एक शादी के घर में देखता है. അപ്പോൾ ഈ ഒരു കാഴ്ച കണ്ടിട്ട് ലേഖൻ ആശ്ചര്യപ്പെട്ടു പോയെന്നാണ് പറയുന്നത്. അപ്പോൾ ലേഖനാണെങ്കിൽ എന്താണ് യൂണിഫോം ഇഷ്ടമായിരുന്നില്ല, ആ നീലികാക്ക് ഇഷ്ടമായിരുന്നില്ല. എന്നാൽ മോർപ്പാലാണെങ്കിൽ എല്ലാ സമയവും എന്താണ് ആ യൂണിഫോമിൽ തന്നെയാണ് കാണുന്നത്. ഒരു ദിവസം യൂണിഫോമിൽ കണ്ടിട്ട് ലേഖൻ ആശ്ചര്യപ്പെട്ടു പോയെന്നാണ് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരു വിവാഹ വീട്ടിലും ഈ മോർപ്പാലിനെ കണ്ട് എന്താണ് ആ യൂണിഫോമിൻ കളറിൽ അല്ലെങ്കിൽ നീലികാക്ക് ധരിച്ചിരുന്ന ആ ഡ്രസ്സിലാണ് മോർപ്പാലിനെ കണ്ടത്. ഇത് കണ്ടിട്ട് ലേഖൻ എന്താണ് ആശ്ചര്യപ്പെട്ടു പോയി. അപ്പോൾ നമ്മൾ സാധാരണ കല്യാണത്തിലൊക്കെ പോകുമ്പോൾ എന്താണ് നല്ല ഡ്രസ്സുകൾ ഇട്ട്, അതായത് ഏറ്റവും ഉള്ള ഡ്രസ്സിൻ്റെ അകത്ത് ഏറ്റവും നല്ല ഡ്രസ്സ് ഏതാണ് ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കല്യാണത്തിൽ പോകുക. എന്നാൽ ഈ മോർപ്പാലിനെ സംബന്ധിച്ചിട്ട് അവന് ഒറ്റയൊരു നീലികാക്കി യൂണിഫോം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇട്ടുകൊണ്ടായിരുന്നു മോർപ്പാൽ എന്ത് ചെയ്ത് മോർപ്പാൽ കല്യാണ വീട്ടിൽ പോയിരുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ അവന് गरीब परिवार में होता है, गरीब परिवार में होने के लिए अच्छे अच्छे कपड़े नहीं होता है. लेकिन यहाँ मिहिर
अमीर परिवार में होता है उसको अच्छे अच्छे कपड़े होते हैं, अच्छे अच्छे ड्रेस होता है, अच्छे अच्छे कपड़े होता है। यह मुझे बहुत बाद में समझ आया कि जिस स्कूल में विदाई समय को मैं अपने बचपन का सबसे गैराब समय समझा करता था, शायद वही मोरपाल के लिए उसके जीवन के सबसे अच्छा समय होता था। അപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ ഒരു കാര്യം മനസ്സിലായത്. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള സ്കൂൾ കാലഘട്ടം എന്താണ്, എന്നെ സംബന്ധിച്ച് മോശമായുള്ള ഒരു കാലഘട്ടമായിരുന്നു. അതേസമയത്ത് മോർപ്പാലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം എന്താണ്, നല്ല കാലഘട്ടമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം എന്താണ്, സ്കൂൾ വിദ്യാഭ്യാസ സമയത്ത് അവന് കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നിട്ടില്ല. എന്നാൽ സ്കൂൾ 8ാം ക്ലാസ് കഴിഞ്ഞ ശേഷം അവന് കൂടുതൽ കഠിനാധ്വാനങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നു. അവൻ്റെ അച്ഛൻ്റെ ജോലിയായിരിക്കുന്ന കൃഷിപ്പാടങ്ങളിലേക്ക് പോയിട്ട് അവന് കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടമായിരുന്നു മോർപ്പാലിനെ സംബന്ധിച്ചിടത്തോളം നല്ല സമയം. എന്നെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം എന്താണ്, മോശമായ സമയമായിരുന്നാണ് മിഹിർ നമ്മളോട് പറഞ്ഞു തരുന്നത്. घर की कमरतोड़ मेहनत करना पड़ता है, घर के गेत में जाकर कमरतोड़ मेहनत करना, तंदोड़ मेहनत करना पड़ता है। गेत में जाकर मोरपाल को तंदोड़ मेहनत करना पड़ता, कमरतोड़ मेहनत करना पड़ता है। घर की कमरतोड़ मेहनत और गेती मजदूरी से इधर दिन का ऐसा एकमात्र समय जब वह बच्चा बना रह सकता है। स्कूल के समय उसको अच्छा समय, मोरपाल को अच्छा समय होता है। स्कूल के बाद में उसका ज़िंदगी मुसीबत में होता है, कठिनाई में होता है। कमर तोड़ मेहनत करना पड़ता है, तंदोड़ मेहनत करना पड़ता है। मेरे लिए स्कूल യൂണിഫോം ബോഞ്ച് थी. എന്നെ സംബന്ധിച്ച് സ്കൂൾ ആ യൂണിഫോം എന്താണ്, ഒരു ഭാരമായിരുന്നു. ബോഞ്ച് थी. मेरे पास उससे बेहतर कपड़े थे जिन्हें मैंने अपनी पसंद से बड़े शहरों से बड़े बाजारों से खरीदा. मेरे पास अच्छे मिहर कहता है, मेरे पास अच्छे कपड़े होता है, बड़े बड़े शहरों से बड़े बड़े बाजारों से अच्छे कपड़े खरीदा. വലിയ വലിയ പട്ടണങ്ങളിൽ നിന്ന് നല്ല നല്ല പീടികളിൽ വെച്ചിട്ട് നല്ല നല്ല വസ്ത്രങ്ങൾ ഞാൻ വാങ്ങിച്ചിരുന്നു. എന്നാൽ ആ മോർപ്പാലിനെ സംബന്ധിച്ചുള്ള മോർപ്പാലിന് പറ്റിയൊരു ഡ്രസ്സ് മാത്രമേ ഉണ്ടായിരുന്നു. അവൻ്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം എന്താണ്, അവൻ്റെ ജീവിതം എന്താണ്, വളരെയേറെ പ്രയാസങ്ങൾ നിറഞ്ഞതായിരുന്നു എന്നാണ് പറയുന്നത്. ലേക്കിൻ മോർപ്പാൽ കെ പാസ് ഏകമാത്ര കമ്മീസ് പാൻറ്, മോർപ്പാലിനെ സംബന്ധിച്ചുള്ള അവനെന്താണ്, ഒരേ ഒരു യൂണിഫോം മാത്രമേ അവനുണ്ടായിരുന്നു എന്നർത്ഥം. लेकिन मोरपाल के पास एक मात्र कमीज पैंट का नया जोड़ा, वह नीली गाकी स्कूल യൂണിഫോം. അവൻ്റെ അടുത്തുണ്ടായിരുന്ന ഡ്രസ്സ് കേവലം എന്താണ്, ആ നീലി ഗാക്കി യൂണിഫോം ആയിരുന്നു. സ്വാഭാവികതയ്ക്ക് വഹ ഉസേ ബി ഷാദി മേ പഹനക്കർ, അതുകൊണ്ട് തന്നെയായിരുന്നു അവൻ എന്താണ്, കല്യാണ വീട്ടിലൊക്കെ വരുമ്പോൾ ആ എന്താണ് നീലി ഗാക്കി ധരിച്ചുകൊണ്ട് അവൻ വന്നിരുന്നത്.